ആഫ്രിക്കൻ വനാന്തരങ്ങളുടെ ആഴങ്ങളിൽ സൂര്യന്റെ അസഹനീയമായ ചൂടിന് കീഴിൽ നിന്നുമാണ് മനുഷ്യരാശിയുടെ കഥ തുടങ്ങിയത്. പരിണാമം ഇവിടുത്തെ ആവാസ വ്യവസ്ഥകൾക്കനുസരിച്ച് നമ്മെ രൂപപ്പെടുത്തിയത് കാരണം ഹോമോസാപ്പിയൻസ് ചിന്താശേഷിയുള്ള ജീവികളാവുകയും അവസാനം ഭൂമിയെ കീഴടക്കുന്ന വലിയൊരു സിവിലൈസേഷനായി പുരോഗമിക്കുകയും ചെയ്തു. എന്നാൽ കഥയുടെ തുടക്കം, അതായത് ജീവനുണ്ടായത് ഒരുപക്ഷെ സൗരയൂഥത്തിലെ മറ്റൊരു ഗ്രഹത്തിൽ നിന്നുമായിരുന്നെങ്കിലോ? എങ്കിൽ സാഹചര്യങ്ങളെല്ലാം ഭൂമിയിൽ നിന്നും വ്യത്യസ്തമായിരുന്നിരിക്കും. തിളച്ചു മറിയുന്ന ലാവ നിറഞ്ഞ സമുദ്രങ്ങൾ, തണുത്തു മരവിച്ച തരിശു നിലങ്ങൾ, നിരന്തരമായ ഇരുട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന മരുഭൂമികൾ, അതിശക്തമായ റേഡിയേഷനിൽ മുങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ തീവ്രമായ അവസ്ഥകൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ സൗരയൂഥത്തിലെ മറ്റെല്ലാ ലോകങ്ങളും. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം പരിണാമം തികച്ചും വ്യത്യസ്തമായ പാതകളിലൂടെ പോകുമായിരുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യരാശിയും ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് പരിണമിച്ചേനെ. അപ്പോൾ മറ്റ് ഗ്രഹങ്ങളിൽ പരിണമിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരാശിയുടെ അവസ്ഥ എന്തായിരുന്നിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് വെറും ഒരു ഹൈപ്പോതെറ്റിക്കൽ ആയിട്ടുള്ള വീഡിയോ മാത്രമാണ്. ശരിക്കും മറ്റ് ഗ്രഹങ്ങളിൽ എങ്ങനെയായിരിക്കും ഇവല്യൂഷൻ സംഭവിക്കുക എന്ന് നമുക്കൊരു രീതിയിലും കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ സ്വന്തം ഭൂമിയിലെ ഏതെങ്കിലും ഒരു ജീവൻ പോലും ഭാവിയിൽ ഇനി എങ്ങനെ പരിണമിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഇവല്യൂഷന്റെ അടിസ്ഥാനത്തിൽ നമുക്കതിന്റെ സാധ്യതകൾ സങ്കല്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു സാങ്കല്പികമായ വീഡിയോ മാത്രമായി കാണുക. സൂര്യനിൽ നിന്നും ആദ്യത്തെ ഗ്രഹമായ മെർക്കുറിയിൽ നിന്നും തന്നെ തുടങ്ങാം. നമ്മുടെ സൗരയൂഥത്തിൽ ഒരു തരത്തിലുമുള്ള അന്തരീക്ഷവും ഇല്ലാത്ത ഒരേ ഒരു ഗ്രഹമാണ് മെർക്കുറി. അന്തരീക്ഷത്തിന്റെ ഈ അഭാവം കാരണം ഒരുപക്ഷെ അവിടെ പരിണമിക്കുന്ന ഒരു ജീവനും ശ്വസിക്കുമായിരിക്കില്ല. സൂര്യന്റെ വളരെ സമീപത്തിലായതിനാൽ പകൽ സമയത്തിൽ 430 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാറുണ്ട്. ഇത്രയും തീവ്രമായ ചൂടിനെ പ്രതിരോധിക്കാൻ ചിലപ്പോൾ അവർക്ക് റിഫ്ലക്റ്റീവായിട്ടുള്ള സ്കിൻ ഉണ്ടായിരിക്കും. അതൊരുപക്ഷെ ലോഹം കൊണ്ട് നിർമ്മിതമായതോ അല്ലെങ്കിൽ അതിന് സമാനമായ കട്ടിയുള്ള എന്തെങ്കിലും കൊണ്ടോ നിർമ്മിതമായ സ്കിൻ ആയിരിക്കാം. ഒരുപക്ഷെ അവ മെറ്റാലിക് ജീവികളായിരിക്കാനും സാധ്യതയുണ്ട്. സ്കിൻ മാത്രമല്ല, അവയുടെ ശരീരം മുഴുവൻ തീവ്രമായ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും പരിണമിച്ചത്. ശരീരത്തിന് പുറത്ത് ഫിൻസ് പോലത്തെ വലിയ ഘടനകളൊക്കെ ഉണ്ടായിരിക്കും. അമിതമായ ചൂടിനെ പുറത്തു കളയാൻ ഈ ഫിൻസ് അവയെ സഹായിക്കും. പകൽ സമയം ഉരുകുന്ന ചൂടാണെങ്കിലും രാത്രി സമയമാകുമ്പോൾ -180 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കുറയുകയും ചെയ്യും. അപ്പോൾ ചൂടിന് പുറമെ തണുപ്പിനെയും കൂടെ പ്രതിരോധിക്കണം. അതിനുവേണ്ടി രാത്രി സമയമാകുമ്പോൾ ഇവ ഹൈബർനേറ്റ് ചെയ്യും. ഹൈബർനേഷൻ എന്ന് വെച്ചാൽ ഉറങ്ങുമെന്നല്ല, മറിച്ച് ഊർജം സംരക്ഷിക്കാൻ വേണ്ടി ശരീരത്തിന്റെ സകല അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളെല്ലാം കുറയ്ക്കുകയും അതിലൂടെ നിശ്ചലമായതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് ഹൈബർനേഷൻ. അതിനു പുറമെ ഇവയുടെ ശരീരത്തിൽ ആന്റി ഫ്രീസ് പ്രോട്ടീൻസും ഉണ്ടായിരിക്കും. അത് കോശങ്ങളെ തണുത്തു മരവിച്ചു പോകാതെ സൂക്ഷിക്കും. മെർക്കുറിയുടെ മാഗ്നറ്റിക് ഫീൽഡ് തീരെ ദുർബലമാണ്. അതുകൊണ്ട് താപനിലയ്ക്ക് പുറമെ റേഡിയേഷനും ഒരു വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ റേഡിയേഷനിൽ നിന്നും രക്ഷപ്പെടാൻ അവയുടെ ശരീരത്തിൽ അതിവേഗം DNA റിപ്പയർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ വളരെ അത്യാവശ്യമാണ്. റേഡിയേഷൻ കടക്കാതിരിക്കാൻ അവയുടെ കോശങ്ങൾക്ക് ചുറ്റും വളരെ കട്ടി കൂടിയ ഷീൽഡും ഉണ്ടായിരിക്കും. അങ്ങനെ കോശങ്ങൾക്ക് അത്രയേറെ സംരക്ഷണമുണ്ടെങ്കിൽ അവ ഒരുപാട് കാലം ജീവിക്കുകയും ചെയ്യും. ഒരുപാട് കാലം എന്ന് വെച്ചാൽ ഒരുപക്ഷെ നൂറ്റാണ്ടുകളോളം കാലം. റേഡിയേഷൻ ധാരാളം ലഭിക്കുന്ന ലോകമായതിനാൽ ചിലപ്പോൾ അവ റേഡിയേഷനിൽ നിന്ന് ഊർജം കണ്ടെത്തുന്ന രീതിയിൽ പരിണമിക്കാനും സാധ്യതയുണ്ട്. ശക്തമായ സൂര്യകിരണങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ ഇവയ്ക്കൊന്നിൽ കൂടുതൽ കൺപോളകളും ഉണ്ടായിരിക്കും. രാത്രി സമയത്തിന് ഒരുപാട് ദൈർഘ്യമുള്ളതിനാൽ ചിലപ്പോൾ ഇവയുടെ കണ്ണുകൾക്ക് ഹീറ്റ് വിഷനും ഉണ്ടായിരിക്കും, അതായത് ഇൻഫ്രാറെഡ് കിരണങ്ങളെ ഉപയോഗിച്ച് കാണാൻ കഴിയുന്ന ശക്തി. അങ്ങനെയെങ്കിൽ ഇവയ്ക്ക് രാത്രിയിലും വ്യക്തമായ കാഴ്ചശക്തി ഉണ്ടായിരിക്കും. ഇവിടെ ആഹാര ശൃംഖലയൊന്നും ഉണ്ടായിരിക്കില്ല. എന്തെന്നാൽ ഏതൊരു ഫുഡ് ചെയിനിന്റെയും അടിസ്ഥാനം സസ്യജാലങ്ങളാണ്. പക്ഷേ മെർക്കുറിയിലെ തീവ്രമായ താപനിലകളും റേഡിയേഷനുമൊക്കെ കാരണം എന്തായാലും സസ്യജാലങ്ങൾക്ക് അവിടെ അതിജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവ ആഹാരം കഴിക്കുന്നതിന് പകരം മിക്കവാറും മണ്ണിലുള്ള രാസപദാർത്ഥങ്ങളെ വലിച്ചെടുത്ത് അതിൽ നിന്നുമായിരിക്കും ജീവിക്കാനുള്ള ഊർജം കണ്ടെത്തുന്നത്. എല്ലാ ജീവികളും ഇങ്ങനെ ഒരേ സ്രോതസ്സിൽ നിന്നും തന്നെ ആഹാരം കണ്ടെത്തിയാൽ പിന്നെ അവിടെ ഫുഡ് ചെയിനിന്റെ ആവശ്യമില്ല. പക്ഷെ ഇതൊക്കെ പറഞ്ഞെങ്കിലും മെർക്കുറിയുടെ അവസ്ഥകൾ പരിഗണിച്ച് പ്രായോഗികമായ രീതിയിൽ ചിന്തിച്ചാൽ അവിടെ ഒരു തരത്തിലുമുള്ള ജീവനും ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. ഇനി ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായാൽ തന്നെ ഉപരിതലത്തിൽ ജീവിക്കുന്നതിന് പകരം അവ മെർക്കുറിയുടെ മണ്ണിനടിയിലെ ആഴങ്ങളിലായിരിക്കും ജീവിക്കുന്നത്. അതുമാത്രമല്ല, മെർക്കുറിയിലെ ജീവൻ വെറും ബാക്ടീരിയകൾ പോലത്തെ സൂക്ഷ്മ ജീവികൾ മാത്രമായിരിക്കും. അവയ്ക്കൊരിക്കലും സങ്കീർണമായിട്ട് പരിണമിക്കാൻ കഴിയില്ല. എന്തെന്നാൽ അതിനാവശ്യമായ പദാർത്ഥങ്ങളോ ഊർജ സ്രോതസ്സുകളോ വ്യവസ്ഥിതികളോ അങ്ങനെ ഒന്നും തന്നെ മെർക്കുറിയിലില്ല.
അപ്പോൾ പിന്നെ ഏറ്റവും സിമ്പിളായ രീതിയിലുള്ള വെറും സൂക്ഷ്മജീവികൾ മാത്രമായിരിക്കും മെർക്കുറിയിലെ ജീവൻ. അങ്ങനെയാണെങ്കിൽ അവ ഇന്റലിജന്റ് ആയി മാറാനുള്ള സാധ്യതയും തീരെയില്ല. ചുരുക്കി പറഞ്ഞാൽ മെർക്കുറിയിലായിരുന്നു ജീവന്റെ തുടക്കമെങ്കിൽ ഇന്ന് മനുഷ്യരാശി ഉണ്ടായിരിക്കുമായിരുന്നില്ല. സൂര്യന്റെ ഏറ്റവും സമീപത്തുള്ളത് മെർക്കുറിയാണെങ്കിലും രണ്ടാമത്തെ ഗ്രഹമായ വീനസ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. വീനസിന്റെ അത്യധികം കട്ടിയുള്ള അന്തരീക്ഷം തന്നെയാണ് അതിന്റെ കാരണം. ഭൂമിയിലുള്ള ജീവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജലം. എന്നാൽ വീനസിൽ ജലത്തിന് നിലനിൽക്കാൻ കഴിയില്ല. എന്തെന്നാൽ വീനസിന്റെ ഉപരിതലത്തിൽ 460 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വരെ താപനില ഉയരാറുണ്ട്. പകലും രാത്രിയും എല്ലായ്പ്പോഴും ഇത്രയും തീവ്രമായ ചൂടുണ്ടായിരിക്കും. ഈ ഘോരമായ ചൂട് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം അന്തരീക്ഷ സമ്മർദ്ദമാണ്. ഭൂമിയിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നതിന്റെ 90 മടങ്ങിൽ കൂടുതൽ സമ്മർദ്ദമാണ് വീനസിന്റെ ഉപരിതലത്തിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. 90 മടങ്ങെന്ന് പറയുമ്പോൾ ഓർക്കുക, അതേതാണ്ട് നമ്മുടെ സമുദ്രത്തിന്റെ 1 കിലോമീറ്റർ ആഴത്തിൽ അനുഭവപ്പെടുന്ന സമ്മർദ്ദത്തിന് സമാനമാണ്. ശക്തമായ ചില ലോഹങ്ങൾ പോലും ഇത്രയും സമ്മർദ്ദത്തിൽ ചുളുങ്ങിപ്പോകും. മൂന്നാമത്തെ പ്രശ്നം വീനസിലെ മഴയാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ മഴയാണ് ഇവിടെ നിരന്തരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ തന്നെ ഏറ്റവും അസിഡിക് ആയിട്ടുള്ള മഴ ഇതാണ്. വീനസിൽ സങ്കീർണമായ ജീവൻ അതിജീവിക്കണമെങ്കിൽ ഈ 3 പ്രശ്നങ്ങളെയും തരണം ചെയ്യുന്ന രീതിയിൽ പരിണമിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അവയുടെ എല്ലുകൾക്ക് കട്ടിയും സാന്ദ്രതയും വളരെ വളരെ കൂടുതലായിരിക്കും. ചിലപ്പോൾ ലോഹ പദാർത്ഥങ്ങൾ കൊണ്ടായിരിക്കും അവയുടെ എല്ലുകൾ നിർമ്മിതമായിരിക്കുന്നത്. അതിനു പുറമെ ഒരുപക്ഷെ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിതമായ വളരെ കട്ടി കൂടിയ പുറം തോടുകളും ഉണ്ടായിരിക്കും. അതുപോലെ ചിലപ്പോൾ അവയുടെ ശരീരം മുഴുവൻ ദ്രാവകങ്ങൾ കൊണ്ട് നിറഞ്ഞതുമായിരിക്കും. അപ്പോൾ പിന്നെ പൊള്ളയായ ഭാഗങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അവയ്ക്ക് സമ്മർദ്ദം ഒരു വിഷയമായിരിക്കില്ല. ഘോരമായ ചൂടിനെ പ്രതിരോധിക്കാൻ അവയുടെ സ്കിൻ ഇൻസുലേഷൻ ആയിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുപോലെ അവയ്ക്ക് റേഡിയേറ്റേഴ്സ് പോലെയോ അല്ലെങ്കിൽ ഫിൻസ് പോലെയോ വളരെ അഡ്വാൻസ്ഡ് ആയ എന്തെങ്കിലും വിധത്തിലുള്ള കൂളിംഗ് സിസ്റ്റവും ഉണ്ടായിരിക്കും. അതിനു പുറമെ അവയുടെ ശരീരത്തിൽ ചൂടിനെ അതിജീവിക്കാനുള്ള പ്രോട്ടീൻസും ഉണ്ടായിരിക്കും. ഇനി ചിലപ്പോൾ അവയുടെ ശരീരത്തിൽ ജലമോ അല്ലെങ്കിൽ അതിന് സമാനമായ എന്തെങ്കിലും ദ്രാവകമോ വൻതോതിൽ ശേഖരിച്ചു വെക്കാനുള്ള അറകളും ഉണ്ടായിരിക്കും. അപ്പോൾ അതുപയോഗിച്ച് അവയ്ക്ക് ഇവാപറേഷനിലൂടെയോ അല്ലെങ്കിൽ വിയർക്കുന്നതിലൂടെയോ ചൂട് നിയന്ത്രിക്കാൻ കഴിയും. ആസിഡ് മഴയിൽ നിന്നും രക്ഷപ്പെടാൻ നേരത്തെ പറഞ്ഞ കട്ടിയുള്ള പുറംതോട് അവയ്ക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും. അതിനു പുറമെ ആസിഡിനെ നിർവീര്യമാക്കുന്നതിന് വേണ്ടി ഈ പുറംതോട് എന്തെങ്കിലും തരത്തിലുള്ള ദ്രാവകങ്ങളും ഉൽപ്പാദിപ്പിക്കും. എങ്കിലും ഒരു പരിധി കഴിയുമ്പോൾ ഈ പുറംതോട് ക്ഷയിക്കും. അപ്പോൾ അതിനടിയിൽ പുതിയൊരു തോടുണ്ടാവുകയും പഴയ തോട് ഇളകിപ്പോവുകയും ചെയ്യും. എന്തായാലും പണ്ടൊരിക്കൽ വീനസിലെ അവസ്ഥകൾ ഇന്നത്തെ ഭൂമിക്ക് സമാനമായിരുന്നു. അന്നൊരുപക്ഷെ വീനസിൽ ജീവൻ ഉണ്ടായിരുന്നിരിക്കാം. അവ ചിലപ്പോൾ സങ്കീർണമായിട്ട് പരിണമിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ പണ്ട് ജീവൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വീനസിന്റെ മാറി വന്ന ഇന്നത്തെ പോലത്തെ അവസ്ഥകൾ കാരണം അവയെല്ലാം പണ്ടേ തന്നെ പൂർണ്ണമായും നശിച്ചു പോയിട്ടുണ്ടാകും. ഒരുപക്ഷെ വീനസിന്റെ അന്തരീക്ഷത്തിന്റെ ഒരുപാട് ഉയരങ്ങളിൽ വളരെ ചെറിയ സൂക്ഷ്മ ജീവികൾ പോലത്തെ ജീവൻ അതിജീവിക്കുന്നുണ്ടായിരിക്കാമെന്നല്ലാതെ വലിപ്പമുള്ളതും സങ്കീർണവുമായ ഒരു ജീവനും ഇന്ന് അവിടെ അതിജീവിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഭൂമിയേക്കാൾ വലിപ്പവും മാസുമൊക്കെ കുറഞ്ഞ ലോകമാണ് മാർസ്. അതുകൊണ്ട് ഭൂമിയുടെ വെറും 38% ഗ്രാവിറ്റി മാത്രമേ മാർസിനുള്ളൂ. ഈ ദുർബലമായ ഗ്രാവിറ്റി കാരണം മാർസിൽ പരിണമിക്കുന്ന ജീവികളുടെ എല്ലുകളുടെ സാന്ദ്രത കുറയുകയും എല്ലുകൾ തീരെ ദുർബലമാവുകയും ചെയ്യും. എന്തെന്നാൽ കുറഞ്ഞ ഗ്രാവിറ്റിയിൽ ജീവിക്കുമ്പോൾ എല്ലുകൾക്ക് അനുഭവപ്പെടുന്ന സ്ട്രെസ്സും കുറവായിരിക്കും. അതിനനുസരിച്ച് എല്ലുകൾ ദുർബലമായി പരിണമിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവയ്ക്ക് ശക്തമായ കട്ടി കൂടിയ എല്ലുകളുടെ ആവശ്യമില്ല. അതിന് പകരം അവയുടെ മസിൽസ് എല്ലാം വളരെ ശക്തമായിരിക്കും. എങ്കിൽ മാത്രമേ അവയ്ക്ക് ലോ ഗ്രാവിറ്റിയിൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് ചലിക്കാൻ കഴിയുകയുള്ളൂ. ദുർബലമായ എല്ലുകൾ കാരണം അവ ഒരുപാട് ഉയരം വെക്കുകയോ വലിപ്പം വെക്കുകയോ ചെയ്യില്ല. അങ്ങനെ ഉയരവും വലിപ്പവും കൂടുതലായാൽ അവയുടെ എല്ലുകൾക്ക് അത് താങ്ങാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അപ്പോൾ അവ ഉയരം കുറഞ്ഞതും തീരെ മെലിഞ്ഞതുമായ ജീവികളായിരിക്കും. മാർസിന്റെ അന്തരീക്ഷത്തിൽ 95% കാർബൺ ഡയോക്സൈഡാണ്. ഓക്സിജൻ 1% പോലുമില്ല. ഈ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്ത് അതിൽ നിന്നും ഓക്സിജൻ ഉണ്ടാക്കുന്ന സംവിധാനവും ഒരുപക്ഷെ ഈ ജീവികളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. മാർസിന്റെ അന്തരീക്ഷം തീരെ കനം കുറഞ്ഞതുമാണ്. അതിനു പുറമെ ശക്തമായ മാഗ്നറ്റിക് ഫീൽഡുമില്ല. അത് കാരണം ഉപരിതലത്തിൽ വൻതോതിൽ റേഡിയേഷൻ വന്ന് പതിക്കും. അപ്പോൾ റേഡിയേഷനിൽ നിന്നും സംരക്ഷണം നേടാനും എന്തെങ്കിലും മാർഗങ്ങൾ ഇവയ്ക്കുണ്ടായിരിക്കും. നമ്മുടെ സ്കിന്നിന് നിറം നൽകുന്നത് മെലാനിൻ എന്ന പ്രോട്ടീനാണ്. ഈ മെലാനിൻ UV റേഡിയേഷനിൽ നിന്നും നമ്മെ ഒരു പരിധിവരെ സംരക്ഷിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. മാർസിലെ ജീവികളുടെ ശരീരത്തിൽ വൻതോതിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് കാരണം അവയെല്ലാം വളരെ ഇരുണ്ട നിറത്തിലുള്ളവരായിരിക്കും. അതിനു പുറമെ കൂടുതൽ കട്ടിയുള്ള സ്കിൻ ആയിരിക്കും അവയുടേത്. അത് റേഡിയേഷനെ ഉള്ളിലേക്ക് കടത്തിവിടാതെ തടയും.
ഒരുപക്ഷെ DNA-യിൽ സംഭവിക്കുന്ന തകരാറുകളെ വളരെ വേഗം റിപ്പയർ ചെയ്യുന്ന പ്രോട്ടീൻസും ഇവയുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. മാർസ് വളരെ തണുത്ത ലോകവും കൂടെയാണ്. അപ്പോൾ മാർസിലെ ജീവികൾക്ക് തണുപ്പിൽ നിന്നും രക്ഷപ്പെടുകയും വേണം. കട്ടി കൂടിയ സ്കിന്നിനടിയിൽ കനം കൂടിയ കൊഴുപ്പിന്റെ ഒരു ലെയറും ഉണ്ടെങ്കിൽ അത് ചൂടിനെ പുറത്തു വിടാതെയും തണുപ്പിനെ ഉള്ളിലോട്ട് കടത്തിവിടാതെയും നല്ലൊരു ഇൻസുലേഷൻ ആയിട്ട് പ്രവർത്തിക്കും. വലിപ്പം കുറവായിരിക്കുന്നതും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള നല്ലൊരു മാർഗമാണ്. കാരണം വലിപ്പം കുറയുമ്പോൾ സർഫസ് ഏരിയയും കുറയും. അതിലൂടെ ചൂടിന് പുറത്തു കടക്കാൻ കഴിയുന്ന അളവും കുറയും. അനന്തരഫലമായിട്ട് ശരീരത്തിൽ കൂടുതൽ നേരം ചൂട് തങ്ങി നിൽക്കും. അങ്ങനെ തണുപ്പിൽ നിന്നും അവയ്ക്ക് രക്ഷപ്പെടാം. പക്ഷേ പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ മാർസിലും ഇന്ന് സങ്കീർണമായ വലിയ ജീവജാലങ്ങൾ നിലനിൽക്കാൻ യാതൊരു സാധ്യതകളും കാണുന്നില്ല. ചിലപ്പോൾ വളരെ ലളിതമായ സൂക്ഷ്മജീവികൾ അതിജീവിക്കാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും അങ്ങനെ യാതൊരു തരത്തിലുമുള്ള ജീവനും മാർസിൽ ഇന്ന് നിലനിൽക്കുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. സൗരയൂഥത്തിൽ ഇനി ബാക്കിയുള്ള 4 ഗ്രഹങ്ങളും വാതക ഭീമൻ ലോകങ്ങളാണ്. ഈ ലോകങ്ങളിൽ ഒന്നിലും മനുഷ്യരെ പോലത്തെ സങ്കീർണമായ വലിയ ജീവൻ നിലനിൽക്കാൻ യാതൊരു സാധ്യതയുമില്ല. സങ്കീർണമായ ജീവൻ എന്നതിലുപരി സൂക്ഷ്മജീവികൾ പോലും നിലനിൽക്കാനുള്ള സാധ്യതയില്ല. ഒന്നാമത്തെ പ്രശ്നം, മുഴുവൻ വാതകങ്ങളും ദ്രാവകങ്ങളും ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകങ്ങളാണിവ. അതുകൊണ്ട് തന്നെ ഈ ലോകങ്ങളിൽ ചവിട്ടി നിൽക്കാൻ ഒരു നിലമില്ല. രണ്ടാമത്തെ പ്രശ്നം സമ്മർദ്ദമാണ്. വാതക ലോകങ്ങളുടെ അന്തരീക്ഷത്തിന് ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ 1000 മടങ്ങ് സമ്മർദ്ദമുണ്ട്. കൂടുതൽ ആഴങ്ങളിലോട്ട് പോകുന്നതിനനുസരിച്ച് ഈ സമ്മർദ്ദം കൂടിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ജൂപ്പിറ്ററിന്റെ ഒരുപാട് ആഴങ്ങളിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ പല ലക്ഷം മടങ്ങ് സമ്മർദ്ദമായിരിക്കും. ഇത്രയും കഠിനമായ സമ്മർദ്ദത്തിൽ ഒരു ജീവനും നിലനിൽക്കാനാകില്ല. മൂന്നാമത്തെ പ്രശ്നം അതിതീവ്രമായ താപനിലയാണ്. ഇവയുടെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിൽ ഉറഞ്ഞു പോകുന്ന തണുപ്പും ആഴങ്ങളിലോട്ട് പോകുന്നതിനനുസരിച്ച് 1000 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുകയും ചെയ്യും. ഇതിനെല്ലാത്തിനും പുറമെ ഈ ലോകങ്ങളിലെല്ലാം എപ്പോഴും അതിതീവ്രമായ കാലാവസ്ഥകളുമായിരിക്കും. മറ്റൊരു കാര്യം, വാതക ലോകങ്ങളിൽ ആകെയുള്ളത് ഹൈഡ്രജനും ഹീലിയവും മാത്രമാണ്. വേറെയും വാതകങ്ങളും പദാർത്ഥങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ വളരെ ചെറിയ തോതിൽ മാത്രമേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലോകങ്ങളിൽ ജീവൻ രൂപം കൊള്ളാനുള്ള സാധ്യത പോലും ഏകദേശം 0 തന്നെ പറയാം. എന്നിരുന്നാലും അവിടെയും എങ്ങനെയോ മനുഷ്യരുണ്ടായെന്ന് സങ്കല്പിക്കാം. അങ്ങനെയെങ്കിൽ അവ വാതക ജീവികളായിട്ടായിരിക്കും പരിണമിക്കുന്നത്. ഇവയ്ക്ക് കൃത്യമായ ആകൃതികളൊന്നും ഉണ്ടായിരിക്കില്ല. ചുറ്റും ലഭ്യമായ വാതകങ്ങളിൽ നിന്നുമായിരിക്കും ഊർജം കണ്ടെത്തുന്നത്. പക്ഷെ ഇത് വെറുമൊരു സാങ്കല്പികത മാത്രമാണ്. ഇത്തരത്തിലുള്ള ജീവികൾ രൂപം കൊള്ളാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ വാതക ലോകങ്ങളിൽ ജീവൻ ഇല്ലെങ്കിലും അവയുടെ ഉപഗ്രഹങ്ങളിൽ ജീവൻ പരിണമിക്കാനുള്ള സാധ്യതയുണ്ട്. ജൂപ്പിറ്ററിന്റെയും സാറ്റേണിന്റെയും ചില ഉപഗ്രഹങ്ങൾ മുഴുവൻ മഞ്ഞ് കൊണ്ട് മൂടിയ ലോകങ്ങളാണ്. എന്നാൽ ഈ മഞ്ഞിനടിയിൽ ബൃഹത്തായ സമുദ്രങ്ങളുണ്ട്. അതും ജലം കൊണ്ട് നിർമ്മിതമായ സമുദ്രങ്ങൾ. നമ്മുടെ ഭൂമിയിലെ മുഴുവൻ ജലത്തിനേക്കാൾ കൂടുതൽ ജലം ഈ ലോകങ്ങളുടെ സമുദ്രങ്ങളിലുണ്ട്. നമ്മുടെ ഭൂമിയിൽ ആദ്യമായി ജീവൻ ഉത്ഭവിച്ചത് സമുദ്രത്തിലാണ്. അതുപോലെ ഈ ഉപഗ്രഹങ്ങളുടെ സമുദ്രങ്ങളിലും ചിലപ്പോൾ ജീവൻ രൂപം കൊണ്ടിട്ടുണ്ടായിരിക്കും. കാലക്രമേണ അവ മനുഷ്യരെ പോലെ സങ്കീർണമായിട്ട് പരിണമിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. ഈ സമുദ്രം പല കിലോമീറ്റർ ആഴമുള്ള മഞ്ഞുകട്ടയ്ക്കടിയിലായതിനാൽ സമുദ്രം മുഴുവൻ പൂർണ്ണമായ അന്ധകാരത്തിലായിരിക്കും. അതുകൊണ്ട് ഒന്നുകിൽ അവ ബയോലുമിനസെന്റ് ജീവികളായിരിക്കും, അതായത് കെമിക്കൽ പ്രവർത്തനങ്ങളിലൂടെ ശരീരത്തിൽ നിന്നും തന്നെ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന ജീവികൾ. അതുപയോഗിച്ച് അവർക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അവയ്ക്ക് കാഴ്ചശക്തിയും കണ്ണുകളും ഒന്നും ഉണ്ടായിരിക്കില്ല. ഇനി ഒരുപക്ഷെ കാഴ്ചശക്തി ഉണ്ടെങ്കിലും അതിനെ മാത്രം ആശ്രയിച്ചു ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവയ്ക്ക് എക്കോ ലൊക്കേഷൻ ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കും, അതായത് പ്രതിഫലിച്ചു വരുന്ന ശബ്ദ തരംഗങ്ങളിലൂടെ പരിസരം മനസ്സിലാക്കാനുള്ള കഴിവ്. ഡോൾഫിൻസും വവ്വാലുകളും പോലെയുള്ള 1000 ജീവി വർഗ്ഗങ്ങൾക്ക് എക്കോ ലൊക്കേഷൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനു പുറമെ ഈ ഏലിയൻ സമുദ്ര ജീവികൾക്ക് ശക്തമായ കീമോ റിസപ്ഷനും ഉണ്ടായിരിക്കും. ചുറ്റുമുള്ള കെമിക്കൽസിനെ തിരിച്ചറിയുന്നതിലൂടെ പരിസരം മനസ്സിലാക്കാനുള്ള കഴിവാണ് കീമോ റിസപ്ഷൻ. സമുദ്രജീവികളായതിനാൽ ഇവയ്ക്ക് കാലുകളുടെ ആവശ്യമില്ല. അതിന് പകരം അവയ്ക്ക് മീനുകളെ പോലെ ഫിൻസും ഫ്ലിപ്പേഴ്സും വാലുമൊക്കെ ഉണ്ടായിരിക്കും. മീനുകളെ പോലെ ആയിരിക്കും ഇവ ശ്വസിക്കുന്നതും. എങ്കിലും ഇവയ്ക്ക് കൈകൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. സൂര്യപ്രകാശമാണ് നമ്മുടെ സമുദ്രങ്ങളിലെ ജീവന്റെ അടിസ്ഥാനം. എന്നാൽ ഈ ഉപഗ്രഹങ്ങളിൽ സൂര്യപ്രകാശത്തിന് പകരം എന്തെങ്കിലും കെമിക്കൽസ് ആയിരിക്കും അടിസ്ഥാനം. അല്ലെങ്കിൽ ചിലപ്പോൾ സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിലെ ഹൈഡ്രോ തെർമൽ വെൻസിനെ ആശ്രയിച്ചായിരിക്കും ഇവ ജീവിക്കുന്നത്. ചിലപ്പോൾ മനുഷ്യരെ പോലെ അവയും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടാകും. ഒരുപക്ഷെ അക്വാമാനിലെ അറ്റ്ലാന്റിസിനെ പോലെ സമുദ്രങ്ങളുടെ ആഴങ്ങളിൽ അവ വലിയ സിറ്റികളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കാം.
ഇതുവരെ പറഞ്ഞ ലോകങ്ങളിൽ വെച്ച് നമ്മുടെ സൗരയൂഥത്തിൽ ഭൂമിക്ക് പുറത്ത് മറ്റൊരു ലോകത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ അത് ഈ സമുദ്ര ലോകങ്ങളിലായിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. പക്ഷേ എന്ന് കരുതി അവ ഈ പറഞ്ഞതുപോലെ വളരെ സങ്കീർണമായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ജെല്ലി ഫിഷുകളെ പോലെയോ അല്ലെങ്കിൽ ചിലപ്പോൾ വെറും സൂക്ഷ്മജീവികളെ പോലെയോ ഒക്കെ ആയിരിക്കാം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നാസ അധികം വൈകാതെ തന്നെ ഒരു പേടകത്തിനെ അയക്കുന്നുണ്ട്. ജൂപ്പിറ്ററിന്റെ ഒരു ഉപഗ്രഹമായ യൂറോപ്പയിലേക്കാണ് അതിനെ അയക്കുന്നത്. ഉപഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സാറ്റേണിന്റെ ഉപഗ്രഹമായ ടൈറ്റനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ടൈറ്റൻ സൗരയൂഥത്തിലെ ബാക്കി സകല ഉപഗ്രഹങ്ങളെക്കാളും വ്യത്യസ്തമാണ്. വ്യത്യസ്തം എന്നതിലുപരി അത് വളരെ വിശിഷ്ടമാണ്. കാരണം സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും കട്ടി കൂടിയ അന്തരീക്ഷമുള്ള ഉപഗ്രഹം ടൈറ്റനാണ്. കട്ടിയെന്ന് പറയുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിനേക്കാൾ സാന്ദ്രതയും കട്ടിയും ടൈറ്റന്റെ അന്തരീക്ഷത്തിനുണ്ട്. ഇതിനു പുറമെ ടൈറ്റന്റെ ഉപരിതലത്തിൽ പുഴകളും മഴയും കൃത്യമായ കാലാവസ്ഥകളും അങ്ങനെ എല്ലാം തന്നെയുണ്ട്. പക്ഷേ ആ പുഴകളിലും മഴയിലുമൊക്കെയുള്ളത് ജലമല്ല, പകരം മീഥേനിയം പോലെയുള്ള ദ്രാവകങ്ങളാണ്. എന്നിരുന്നാലും ടൈറ്റന്റെ ഉപരിതലത്തിനടിയിൽ ജലവുമുണ്ട്. അതായത് ജീവൻ ഉണ്ടാകാനും അത് പരിണമിച്ച് സങ്കീർണമായ ജീവികളായിട്ട് മാറാനും വേണ്ട എല്ലാം തന്നെ ടൈറ്റനിൽ ലഭ്യമാണ്. അങ്ങനെ അവ മനുഷ്യരെ പോലെ സങ്കീർണമായ ജീവികളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഈ ജീവികൾക്ക് നമ്മളെക്കാൾ ഉയരം കുറവും എന്നാൽ വളരെ ബലിഷ്ഠവുമായിരിക്കും. സൂര്യനിൽ നിന്നും ഒരുപാട് അകലെയായതിനാൽ ഭൂമിക്ക് ലഭിക്കുന്നതിന്റെ വെറും 1% പ്രകാശം മാത്രമേ ടൈറ്റന് ലഭിക്കുകയുള്ളൂ. അതിലും 90%-ഓളവും അന്തരീക്ഷം വലിച്ചെടുക്കും. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ കിട്ടുന്നതിന്റെ വെറും 0.1% പ്രകാശം മാത്രമായിരിക്കും ടൈറ്റന്റെ ഉപരിതലത്തിൽ ലഭിക്കുന്നത്. അത് കാരണം ടൈറ്റൻ വളരെ ഇരുട്ട് നിറഞ്ഞ ലോകമാണ്. അപ്പോൾ രാത്രിയിലും കാണാൻ കഴിയുന്ന രീതിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് അവയുടെ കണ്ണുകൾ പരിണമിക്കും. അതുപോലെ എല്ലുകൾ വരെ ഉറഞ്ഞു പോകുന്ന തണുപ്പായിരിക്കും ടൈറ്റനിൽ. അതിൽ നിന്നും രക്ഷപ്പെടാൻ അവയ്ക്ക് വളരെ കട്ടിയുള്ള ഇടതൂർന്ന രോമങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ കട്ടിയുള്ള സ്കിന്നും അതിനടിയിൽ കൊഴുപ്പിന്റെ ലേസും ഉണ്ടായിരിക്കും. അത് ചൂടിനെ ട്രാപ്പ് ചെയ്ത് നിർത്താൻ സഹായിക്കും. ടൈറ്റന് ഭൂമിയുടെ വെറും 14% സർഫസ് ഗ്രാവിറ്റി മാത്രമേയുള്ളൂ. അതിനു പുറമെ സാന്ദ്രത കൂടിയ വായുവും കൂടെ ആയതിനാൽ ടൈറ്റനിലെ ജീവികൾക്ക് തീർച്ചയായും ചിറകുകൾ പോലത്തെ ഘടനകളും ഉണ്ടായിരിക്കും. ഈ ചിറകുകൾ അത്രത്തോളം സങ്കീർണമായിരിക്കേണ്ട കാര്യം പോലുമില്ല. അവ വളരെ ലളിതമായ രീതിയിലുള്ള ചിറകുകളായിരിക്കും. എങ്കിൽ പോലും അവയ്ക്ക് നിസ്സാരമായിട്ട് ടൈറ്റനിലൂടെ പറന്നു നടക്കാൻ സാധിക്കും. അത് ചിലപ്പോൾ പക്ഷികളെ പോലെ പറക്കാൻ കഴിയുന്ന ചിറകല്ലെങ്കിലും ചില സ്ക്വിറൽസിനെ പോലെ ഗ്ലൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ചിറകുകളായിരുന്നാലും ധാരാളമാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പ്രായോഗികമായിട്ട് നോക്കുമ്പോൾ ഇത്രയും സങ്കീർണമായ ജീവികൾ ഉണ്ടായിരിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. എന്നിരുന്നാലും ചിലപ്പോൾ സൂക്ഷ്മജീവികളെങ്കിലും ടൈറ്റനിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ടൈറ്റനിലേക്കും ഒരു പേടകം അയക്കാൻ നാസ പ്ലാൻ ചെയ്യുന്നുണ്ട്.